ചൈന അമേരിക്കയൊരു വലിയ പണി കൊടുത്തിരിക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് ഇനി ആയുധങ്ങൾ നിർമ്മിക്കണമെങ്കിൽ ചൈന കനിയണം എന്നുള്ള അവസ്ഥയിലേക്ക്. അതായത് ചൈന അമേരിക്കയെ സൈലന്റ് ആയിട്ട് വളരെ നിശബ്ദമായിട്ട് കൊല്ലാനുള്ള പദ്ധതികൾ, ഞെരുക്കാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. ശരിക്കും ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ അമേരിക്കയ്ക്ക് മേൽ? തീർച്ചയായിട്ടും വാൾ സ്ട്രീറ്റ് ജേണൽ അവരുടെ ഔദ്യോഗിക അമേരിക്കൻ പത്രം തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നേരത്തെ ഇയാൾ ഈ ഇറങ്ങി അവിടോട്ട് നിന്നു. ആദ്യമേ തുടങ്ങിയ താരിഫ് യുദ്ധമാണല്ലോ. താരിഫ് യുദ്ധത്തിനകത്ത് 500% താരിഫ് ഞാനങ്ങ് പിൻവലിക്കുന്നു, 90 ദിവസം കഴിഞ്ഞിട്ട് പുനരാലോചിക്കാമെന്ന് പറഞ്ഞതിനകത്ത് ആദ്യത്തെ കാരണം തന്നെ ഇതായിരുന്നു. 500% താരിഫ് വന്നപ്പോൾ ചൈന രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഇയാൾക്ക് ഇനി ഞങ്ങൾ റെയർ മെറ്റീരിയൽസ് തരുന്നില്ല. അന്നേരം ആദ്യത്തെ സമയത്ത് തന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് തീരുമാനമായപ്പോഴാണ് ഈ 90 ദിവസത്തേക്ക് എല്ലാവർക്കും ഇളവ് ചെയ്ത് കൊടുത്തത്. ചൈനയുടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള രീതിയുണ്ട്. പക്ഷെ ചൈന അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും ചൈന ഇപ്പം അതാത് ഈ അമേരിക്കയിലെ ഇവരുടെ റെയർ മെറ്റീരിയൽസ് കൈപ്പറ്റുന്ന കമ്പനികളുടെ അടുത്ത് നിങ്ങൾ എന്തിന് ഈ സാധനം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എന്തിനു ഉപയോഗിക്കുന്നു? ഇപ്പൊ ഞാനൊരു സാധനം പോയി കമ്പോളത്തിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ട് താനെ എന്തോന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ട് ചിലപ്പോൾ തല്ലിപ്പൊട്ടിക്കുമായിരിക്കും. ആ രീതിയിലേക്ക് ചോദിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അത് അവർ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പം അത് ഒരു ബുദ്ധിമുട്ടിലേക്ക്, അതായത് ഇപ്പം മനസ്സിലാക്കുന്ന സാങ്കേതിക വിദ്യയും പ്രതിരോധ സംവിധാനത്തിനകത്തും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിനകത്ത് പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള മൂലകങ്ങൾ ആണ് ഇവ. അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ ഗാലേനിയം അല്ലെങ്കിൽ ജെർമേനിയം എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന പോലെയുള്ള മൂലകങ്ങൾ ആധുനിക റഡാർ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന നൈറ്റ് വിഷൻ നിർമ്മാണത്തിന്, അത് നമ്മുടെ ഈ രാത്രി വിഷൻ ഉള്ള സാധനം ഉണ്ടല്ലോ, അതുപോലെ ഈ ടാങ്കറുകൾ ഈ ഇവിടെ പുറംചട്ട നിർമ്മിക്കുന്നതിന് അപ്പൊ ഈ നശിപ്പിക്കുന്നത്. അപ്പം അതുപോലെ ഈ പറയുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിന്, അതായത് ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ, F-35 വിമാനം, ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പല സാധനങ്ങൾ, ഇതുപോലുള്ള എല്ലാ യുദ്ധക്കോപ്പുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കോപ്പുകൾ എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെയർ മെറ്റീരിയൽസ് മൊത്തവും ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചൈനയിൽ ലോകത്ത് മൊത്തം നടന്ന് ഉള്ള രാജ്യത്തിനെ എല്ലാം പെടുത്തിയിട്ട് അവിടുത്തെ ഈ പറയുന്ന പോലെ അവിടെ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ റെയർ മെറ്റീരിയൽസ് മറ്റു പല കാര്യങ്ങളും കണ്ടിട്ടാണ് ഇവൻ കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നത് പാവം പിടിച്ച രാജ്യങ്ങൾ. എന്നിട്ട് ഇവന്മാർ അതിനകത്ത് കയറിയിട്ട് ഇപ്പം ഒരു പ്രദേശത്താണെങ്കിൽ ഒരു പോർട്ട് പണിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു ഇത്ര ഏക്കർ സ്ഥലം ഇവരുടെ കയ്യിലാണ്, ഈ സ്ഥലത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിയോളാം, പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ വരുമാനം ഉണ്ടാക്കും, ബാക്കി പോർട്ട് ഫ്രീ ആയിട്ട് പണിഞ്ഞു തരാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഒരു പോർട്ട് പണിയും അതിനകത്തുള്ള വരുമാനം എന്ന് പറയുമ്പോൾ ഇവന്മാർ അതിനകത്ത് കണ്ടുവച്ചിട്ടുണ്ടാവും. ഇവന്മാർ ഖനനം ചെയ്യുമ്പോൾ അതിനകത്ത് ഇതുപോലെ റെയർ മെറ്റീരിയൽസ് പോലെ ഈ രാജ്യം പോലും ഉദ്ദേശിക്കാത്ത, ഒരുപക്ഷെ ആ രാജ്യത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് അങ്ങനെ ഖനനം ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ഉരുത്തിരിച്ചെടുക്കാനും ഒക്കെ ഉള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തൊന്നും കാണത്തില്ല. ഇങ്ങനെ ലോകത്തുടനീളം ഇതുപോലെയുള്ള റെയർ മെറ്റീരിയൽസ്, അതുപോലെ ലിഥിയം ബാറ്ററി അറിയാമല്ലോ നമുക്ക്, ബാറ്ററിയുടെ ഇപ്പം ഈ ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററിയുടെ കസ്റ്റോഡിയൻ ഈ ലോകത്തെ ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന ചൈന. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവന്മാർ അതിന്റെ സാങ്കേതിക വിദ്യ വെളിയിലോട്ട് പോകണ്ട, ഇനി ഗവൺമെന്റ് അറിഞ്ഞു പോയാൽ മതി, അതിന് കൊടുക്കണ്ട, അതായത് അതിന്റെ മൊണോപ്പൊളി 68% ഇവരുടെ ഇല്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നതിന് വേണ്ടി. അപ്പം പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ഇത് അമേരിക്കയുടെ സൈലന്റ് കില്ലിങ്, അതായത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ 1 ഈ പറഞ്ഞതുപോലെ പ്രതിരോധ സംവിധാനത്തിൽ നിൽക്കുന്ന രാജ്യമാണ് ഇപ്പോഴും. പല വിമാനങ്ങളും അവിടെ എവിടെയും ജാം ചെയ്ത് പിടിക്കുന്നെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉത്പാദനം ലോകത്ത് വിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ബോംബുകള്, ഡ്രോണുകള്, വിമാനങ്ങളെ, ഹെലികോപ്റ്ററുകളെ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അമേരിക്കൻ കമ്പനികൾ തന്നെയാണുള്ളത്, അറിയാമല്ലോ. വിമാന നിർമ്മാണത്തിൽ ഇപ്പോഴും അമേരിക്കയാണല്ലോ ഉപയോഗിക്കുന്നത്. വേറെ ആ ഒരു രാജ്യങ്ങൾക്കകത്തും അല്ലെങ്കിൽ അത്തരത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ലല്ലോ, നമുക്കറിയാലോ. ഈ യാത്രാ വിമാനങ്ങൾ മറ്റു മറിച്ചൊക്കെ. അപ്പൊ ഇത് മൊത്തം പൊളി എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നാൽ, കുറെ നാൾ പിടിച്ചു വെച്ചാൽ ഈ പറയുന്നത് പോലെ കുറെ ഇവരെ ആ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ആയുധ നിർമ്മാണത്തിന് ഞങ്ങളിത് കൊടുക്കുന്നത്, ഇതിന്റെ കാശ് വേണ്ട, ഞങ്ങൾ നിർമ്മിക്കാൻ പോവാം, ബാക്കിയുള്ളവന് പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞാൽ ലോകം മൊത്തം അവനെ ആശ്രയിക്കേണ്ട രീതിയിലേക്ക് വരത്തില്ലേ. ഇന്ത്യക്ക് ഇട്ട് പണി കൊടുത്തതാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ത്യ വേറെ രാജ്യങ്ങളിൽ പോയി മേടിച്ചാ ഇന്ത്യ അടുത്ത് പറഞ്ഞു നിങ്ങൾ അമേരിക്കക്ക് ഈ സാധനം കൊടുക്കുന്നു, അത്തരത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തരുന്നില്ലെന്ന് പറഞ്ഞു. അവർക്കറിയാം അമേരിക്ക കൊടുക്കുന്ന മാത്രമല്ല പ്രശ്നം, ഈ പറയുന്ന പോലെ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ബോംബ് നിർമ്മാണവും
അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ നിർമ്മാണവും എല്ലാ കാര്യങ്ങളും മേക്കിംഗ് ഇന്ത്യ മെയ്ഡ് ഇന്ത്യ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യ ഇത്രയും മുമ്പിൽ വന്നെന്നുള്ള കാര്യവും എന്നൊക്കെ പറയുമ്പോൾ സിന്ധുവിന് ശേഷം അവർക്ക് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ 4-5 മിസൈലും അല്ലെങ്കിൽ ആന്റി ഡ്രോൺ D4 ഡ്രോൺ പ്രതിരോധ സംവിധാനവും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. റഡാർ സംവിധാനവും മാത്രമല്ല ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞപ്പോൾ ആയുധ കയറ്റുമതിയിൽ താഴെയറ്റം പോയ റഷ്യ പറഞ്ഞിരിക്കുന്ന മൊത്തം സാങ്കേതിക വിദ്യ നമുക്ക് തരാവുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇപ്പൊ ഒരു ടാങ്കറിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ അപ്പൊ സോഴ്സ് കോഡ് ഉൾപ്പെടെയാ തരുന്നത്. അപ്പൊ നമ്മളിപ്പം ആയുധം മേടിക്കുന്നതിനകത്ത് പണ്ടത്തെ കൂട്ടല്ല, കൊച്ചാട്ടം വന്ന് നന്നാക്കണ്ട, അതിന്റെ സോഴ്സ് കോഡ് ഇങ്ങോട്ട് തന്നിട്ട് എന്നാ മതി സാധനം എന്ന് പറയും. അപ്പോൾ നമുക്ക് തരാൻ ആകുന്ന രാജ്യം നമുക്ക് തന്നിട്ടുള്ളതുമായിട്ടുള്ള രാജ്യം ഇപ്പം റഷ്യ. ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കരാറും അങ്ങനെ വെച്ചേക്കുന്നത്. അമേരിക്ക എന്നല്ല, സോഴ്സ് കോഡ് കൊടുക്കത്തില്ല, വിമാനം മാത്രം കൊണ്ടുപോയാൽ മതി, വിമാനം പറത്തണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വന്നാലേ ഇയാൾക്ക് പറത്താനൊക്കത്തുള്ളൂ, നിങ്ങളുടെ പൈലറ്റിന്റെ കൂടെ ഞങ്ങളുടെ ഒരു പൈലറ്റ് കയറി ഇരിക്കും. ഇതേ രീതിയിലൊക്കെയുള്ള നിബന്ധനകളൊക്കെയാണ് അമേരിക്ക യുദ്ധം നല്ല സാധനങ്ങൾ മേടിക്കുന്നത്. ഇന്ത്യ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് സാധനം ഇത്ര വിമാനം ഞങ്ങൾ മേടിച്ചോളാം, റഷ്യ തന്നിട്ടുണ്ട്. വേറെ ഏത് രാജ്യത്താണെങ്കിലും 100 വിമാനം മേടിച്ചേക്കാം, പക്ഷെ അതിന്റെ സാങ്കേതിക വിദ്യയും കൂടെ തന്നെ. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് മറ്റേ പിന്നെ അതിന്റെ പുറകെ നിങ്ങളുടെ പുറകെ നടക്കാൻ മതി. ടെക്നീഷ്യനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ സർവീസ് ഉണ്ട്, നമ്മുടെ വണ്ടി അതിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇന്ത്യ ഉദ്ദേശം എന്തിനാണെന്നറിയോ? ഇപ്പം ഈ ആയുധക്കടത്ത് അല്ലെങ്കിൽ വിൽപ്പനയിൽ നമ്പർ 1 നമ്പർ 2 ആയിട്ടൊക്കെ നിൽക്കുന്ന റഷ്യ അമേരിക്കയുമായിരുന്നല്ലേ. അമേരിക്കയ്ക്ക് ഇപ്പോഴും നമ്പർ 1 റഷ്യക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയുധം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ടാണ് ഈ പല ആയുധങ്ങളും ഇവിടെ കൊണ്ടുവച്ച് നിർമ്മിക്കുന്നതിനും പലതിനും നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ അവരുടെ ആയുധങ്ങൾ വരെ ഒരു ഘട്ടത്തിൽ ഇങ്ങോട്ട്, അതിനെപ്പറ്റി നമുക്കറിയത്തില്ല, നീക്കിയേക്കാന്ന് പറയും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ. അപ്പം ഇപ്പം എല്ലാം നിർമ്മിക്കുന്നത് നമ്മുടെ കൂടെ. നമ്മുടെ ഇപ്പൊ S-500 നിർമ്മിക്കുന്നതിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല മിസൈലുകളും വീണ്ടും ഇവിടെ വെച്ച് സംസാരിക്കാം, സോഴ്സ് കോഡ് ഉൾപ്പെടെ തരാം. നമുക്ക് അല്ലെങ്കിൽ 5ാം തലമുറ Su-57 തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സോഴ്സ് കോഡ് കൂടെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ആ വിമാനത്തിനകത്ത് വേറെ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പൊ നമ്മുടെ മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ പറയുന്ന മിസൈലുകളെ ഘടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതേ രീതിയിലേക്ക് വരുമ്പം നമുക്കും ഈ പറയുന്ന റെയർ മെറ്റീരിയൽസിന്റെ ഉണ്ടാക്കിയാൽ ഇതേ രീതിയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ലോകത്തെ റഷ്യ വിൽക്കുന്നത് പോലെ ആയുധങ്ങൾ വിൽക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന രീതിയിൽ ആയുധം വിൽക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആയുധങ്ങളെ ആശ്രയിച്ചു തുടങ്ങി ഇന്ത്യയിലേക്ക് ലോക രാജ്യങ്ങൾ അറിയാമല്ലോ. പലവട്ടം നമ്മൾ പല ചർച്ചകൾക്കകത്തും അവിടെ ബ്രഹ്മോസ് വേണം, ഇവിടെ ബ്രഹ്മോസ് കൊടുക്കാനില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഔട്ട്സോഴ്സിങ് വലുതായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരെ കൊണ്ട് നിർമ്മിച്ച് ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയല്ല, കാരണം ഇതേ രീതിയിൽ ആയുധങ്ങൾ വേണം. അപ്പൊ ഈ മൊണോപ്പൊളിയില് അപകടം പറ്റി, ഈ സിന്ധുവിന് ശേഷം അപകടം പറ്റിയ രാജ്യമാരാ? ചൈനയുടെ സാധനം ഇരിപ്പുണ്ട്, ഞങ്ങളുടെ അതിരിപ്പുണ്ട്, ഇതിരിപ്പുണ്ട്, മിസൈലുണ്ട്, PL-50 മിസൈലൊക്കെ അറിയാലോ. നമ്മൾ ജീവനോട് പിടിച്ചപ്പോൾ അവനെ പോസ്റ്റ്മോർട്ടം നടത്തി അതിനകത്ത് ഇരിക്കുന്നത് നോക്കിയതാ. അപ്പൊ അതിന്റെ സാങ്കേതിക വിദ്യ അറിയാൻ വേണ്ടി പല രാജ്യങ്ങളും നമ്മുടെ വന്നേ. അതായത് ബ്രഹ്മോസിനെ വെല്ലുന്ന ഈ പറയുന്ന മിസൈലാന്ന് പറയുന്നത് PL-50 എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഉണ്ടായിരുന്നു, ഏറ്റവും ആധുനിക. നമ്മളെ ജീവനോട് പിടിച്ചു, കാരണം പൊട്ടിക്കിട്ടി അതിന്റെ സാങ്കേതിക വിദ്യ അറിയത്തില്ല, ഒരു കുഴപ്പമില്ല, നമ്മുടെ അതിർത്തിയിൽ അന്ന് ജാം ചെയ്ത് നമ്മളെ പിടിച്ചു. അപ്പൊ നമ്മൾ അവന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നമ്മുടെ കയ്യിലായല്ലോ, നമ്മൾ അയച്ചു നോക്കിയ സാങ്കേതിക വിദ്യ നമ്മൾ അറിഞ്ഞില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതേ രീതി നിൽക്കുമ്പം ഇന്ത്യയും കൂടെ പെടുത്തേണ്ടതായിട്ടുണ്ട്. ചൈന അറിയാമല്ലോ, ഏത് രാജ്യമായാലും അവന്റെ കാര്യം നോക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ റെയർ മെറ്റീരിയൽസ് തരത്തില്ല എന്ന് പറഞ്ഞ്, തരുന്നത് നിങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുവാന്ന് പറഞ്ഞു. അപ്പം തരുന്നില്ലെന്ന് കണ്ടപ്പോ നമ്മള് തരത്തില്ലെന്ന് നമുക്കറിയാം, തൊഴിൽ നമുക്കറിയാം, നമ്മൾ പോയി വേറെ റെയർ മെറ്റീരിയൽസ് ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇന്ത്യയിൽ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നീക്കം ഇന്ത്യക്ക് ഉപകാരമാണ്. കാരണം ഈ നമ്മളോടുള്ള നീക്കമല്ല, നമ്മളോടുള്ള നീക്കത്തിന് നമ്മൾ പ്രതിവിധിയുണ്ട്. അമേരിക്കയോടുള്ള നീക്കത്തിന് ഉപകാരം. അമേരിക്കയ്ക്ക് ഇത്ര പറഞ്ഞാലും അടുത്ത കാലത്തൊന്നും, അല്ലെങ്കിൽ ഒരു 4-5 കൊല്ലത്തേക്കെങ്കിലും ഈ പറയുന്ന അവർക്ക് ആവശ്യമായ രീതിയിലേക്കുള്ള റെയർ മെറ്റീരിയൽസ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഇല്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും അമേരിക്കയിൽ നിന്നുള്ള സോഴ്സുകൾ മനസ്സിലാകും. ഇതിനു മുമ്പ് നേരത്തെ എൻ്റെ അടുത്ത് ഒരാൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ സൈന്യ ഇതായിട്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ വംശജന, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത്, ചൈനയെ ബഹിഷ്കരിക്കും എന്നൊക്കെ അമേരിക്കയ്ക്ക് പറയാൻ പറ്റും. അന്നേരം ഈ ബഹിഷ്കരിച്ചു ഭയപ്പെടുന്നത്, അന്നേരം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 3 വിമാനം മിനിമം അമേരിക്കയിൽ ഒരു ദിവസം ചൈനയുടെ വന്നില്ലെങ്കിൽ, അതായത് യാത്രാ വിമാനമല്ല, നമ്മൾ പറയുന്ന ചരക്ക് വിമാനം അറിയാലോ, വന്നില്ലെങ്കിൽ അമേരിക്ക സ്തംഭിക്കുമെന്ന് അന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ചൈനയൊന്നും അങ്ങനെ ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കൊന്നും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ചൈനയെ മാനുഫാക്ചറിംഗ് രംഗത്തൂടാണല്ലോ ഇനി വന്നത്. അപ്പൊ അവന്റെ ഈ പലതും ഉണ്ട്, അവനെ ആശ്രയിക്കാതെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാ കാര്യങ്ങൾ. അതേ രീതിയിലേക്കാ ഇന്ത്യ പോകുന്നത്.
അതുകൊണ്ടാ പലരും വന്ന് ഷേക്കാൻ്റെ എന്ന് എന്തുകൊണ്ട് വെച്ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നു. അല്ലാതെ നരേന്ദ്രമോദിയുടെ താടിയുടെ മിനുക്കം കണ്ടുകൊണ്ടാണ് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല. സൗന്ദര്യം കണ്ടുകൊണ്ടല്ല. ഇതിനെക്കാട്ടി സൗന്ദര്യമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നു നമ്മുടെ ഈ രാജീവ് ഗാന്ധി ഒക്കെ. എന്നിട്ടൊന്നും വന്നില്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ അത്രയും സൗന്ദര്യം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് ഇല്ലെന്ന്. മോശമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ സൗന്ദര്യം കണ്ടോണ്ടൊന്നും ഇന്ദിരാഗാന്ധിക്ക് നല്ല സൗന്ദര്യമായിരുന്നല്ലോ. നെഹ്റുവിന് അതിന് കുഴപ്പം വരുന്നില്ല. അപ്പൊ അത് സൗന്ദര്യം കണ്ടോണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ കപ്പാസിറ്റി കണ്ടോണ്ടാ കയ്യെ പിടിച്ചേക്കുന്നത്. നമ്മുടെ കപ്പാസിറ്റി നാളെ അങ്ങ് പോയാൽ കയ്യെ പിടി അങ്ങ് വിടും. കാരണം ഈ സായിപ്പന്മാരുടെ കാര്യം അറിയാമല്ലോ. പാമ്പ് വളർത്തുകാരനും പന്നി വളർത്തുകാരനും അല്ലെങ്കിൽ മന്ത്രവാദിയൊക്കെയാണ് നമ്മളെ അന്നും കളിയാക്കുന്നത്. ഇന്നും അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇന്നും ഈ പറഞ്ഞതുപോലെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, ഇവിടെ അമേരിക്കയിലുള്ള ഈ വിദേശത്തു നിന്നുള്ള അവിടെ നിന്ന് നമ്മുടെ ഏറ്റവും ഉന്നതരായിട്ട് ഇരിക്കുന്ന പല പോസ്റ്റുകളിലും ഇരിക്കുന്നത് നമ്മുടെ തലമണ്ട കൊണ്ട്. ഇവന്റെ ബോംബർ വരെ നമ്മുടെ തലമണ്ട. അയാളെ പിടിച്ച് ഇപ്പോഴും ജയിലിട്ടേക്കോ. എന്നിട്ട് അവൻ ഇപ്പോഴും നമ്മളെ അംഗീകരിക്കാൻ വയ്യ. അവന് ഇപ്പോഴും നമ്മളെ വരുത്തനായിട്ടും നമ്മളെ രീതിയിലും അംഗീകരിക്കുന്ന സായിപ്പന്മാര്. നമ്മളെ കാണുമ്പോൾ അവന് പുച്ഛമാ. അപ്പൊ അവിടുന്ന് കയറിപ്പൊക്കോണം എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ട്രംപറൊക്കെ ഓർമ്മയുണ്ട്. ഇവിടുത്തെ അല്ലാത്തമാരെല്ലാം ഇവിടുന്ന് കയറിപ്പൊക്കോണം, ഇവിടുത്തുകാർക്ക് ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, കയറ്റി ഇങ്ങോട്ട് വിടട്ടെ, അടുത്ത വട്ടം കാണിക്കുക, അവിടെ പിന്നെ ഒരു സ്വാധനവും നടക്കാൻ കാണത്തില്ല. നമ്മുടെ തലമണ്ട കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന പല മേഖലയിലും അല്ലെങ്കിൽ ഏകദേശം 50% 60% അവിടുത്തെ സാങ്കേതിക മേഖലയിലും മറ്റ് സൈനിക മേഖലയിലും മറ്റ് മേഖലയിലും ഈ പറഞ്ഞ വെളിയിൽ നിന്നുള്ളവരുണ്ട്. അവരെ പറഞ്ഞു വിടുമെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, ഈ വാട്ടറിന്റെ സോക്കേടും തീരും, ഈ അമേരിക്കയുടെ കാര്യം തീരും. അപ്പം പറഞ്ഞു വന്നത്, അമേരിക്കയെ സൈലന്റ് ആയിട്ട് കില്ല് ചെയ്യാൻ ഒരുപക്ഷെ ചൈന തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അലയൊളികൾ ഇപ്പോൾ അമേരിക്കയിൽ കണ്ടു തുടങ്ങി. അത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പത്രമായിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ പോലും വന്നു എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് അമേരിക്കയിൽ ദൂരെ വ്യാപകമായ പ്രത്യാഘാതം തന്നെ ഉണ്ടാകും.